ആഹാ എന്താ കളറല്ലേ? കളറ് അതുപോലെ നല്ല മണമുണ്ട്. നല്ലോണം പഴുത്തിത്. നമ്മൾ കവറിട്ട് നിർത്തിയിരുന്നായിരുന്നു, അപ്പോൾ നല്ലോണം പഴുത്ത്. ഇപ്പം ഇത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക്. ഇതാണ് ഏറ്റവും വലുത്. ഇത് നോക്കിയേ, ഡ്രമ്മിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നോക്കിയേ. ഇത്രത്തോളം കാഴ്ച നിൽക്കുന്ന ഈ രീതിയിലുള്ള പ്ലാന്റുകൾ പോലും നിങ്ങൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഫെസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇന്നാണ് സ്റ്റാർട്ടിങ് ദിവസം എന്ന് പറയുന്നത്. വളരെ ഹാപ്പിയാണ്. ഇത് നിങ്ങളിവിടെ വരണം, വന്ന് ഈ മാങ്ങയൊക്കെ കാണുക മാത്രമല്ല ഇത് വാങ്ങിക്കുകയും കൂടി വേണം. കാരണം പല മാങ്ങയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല, പല നമ്മൾ എന്താണെന്ന് പോലും അറിയാത്ത പല അതെ അതെ ചന്ദ്രകാന്തൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ പല മാങ്ങയും ഞാൻ മൽഗോവയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, കാരണം വില ഭയങ്കര വിലയൊക്കെയാണെന്ന് കേട്ടത്. പക്ഷെ ഇവിടെ വളരെ നമുക്ക് തൈകളും വാങ്ങാം. ഇപ്പോഴും ഞാനൊരു 10-15 എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബൾക്ക് പർച്ചേസ് ആണ്. സോ കാര്യം എന്ന് പറയുന്നത് ഇത് ജെന്യുവൻ സ്റ്റഫാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, ബൈ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാളെയും ഇനി മാംഗോ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ദേ കണ്ടില്ലേ, കാഴ്ച എല്ലാ മാവുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ ദേ കാഴ്ച മാങ്ങയോട് നിൽക്കുന്ന വലിയ മരങ്ങളാണ് വിൽപ്പനയെന്ന് ഞാൻ പറഞ്ഞു. ചെറിയ ചെടികളുണ്ട്, വലിയ മരങ്ങൾ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് തരാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. ഇത് നോക്കിയേ, ഡ്രമ്മിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നോക്കിയേ. ഇത്രത്തോളം കാഴ്ച നിൽക്കുന്ന ഈ രീതിയിലുള്ള പ്ലാന്റുകൾ പോലും നിങ്ങൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഫെസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇന്നാണ് സ്റ്റാർട്ടിങ് ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാമ്പഴം കഴിക്കാം, ഒരുപാട് വെറൈറ്റി മാമ്പഴം കഴിക്കാം. കൂടാതെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ, അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെറിയ ചെടികൾ മുതൽ ഇതുപോലുള്ള വലിയ മരങ്ങൾ കേട്ടോ, വലിയ മരങ്ങൾ പോലും നിങ്ങൾക്ക് മാങ്ങയുടെ കാശ് വേണ്ട തൈകളുടെ ഈ മരത്തിൻ്റെ അതും വളരെ സാധാരണ നിങ്ങൾ നേഴ്സറിൽ നിന്ന് വാങ്ങുന്ന പ്രൈസിലൊന്നുമല്ല, പ്രൈസ് എല്ലാം റീസണബിൾ ആണ്. അപ്പോൾ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി ലേറ്റ് ആക്കരുത്. ഇന്ന് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ് 27 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 27 കഴിഞ്ഞാലും ഒരു 4-5 ദിവസം കൂടെ കാണും. എന്നാലും വരുന്നവരെല്ലാം ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാം ഈ കാഴ്ച നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ട് ഈ ഒരു സെക്ഷനൊക്കെയാണ് ചോദിക്കുന്നത്, ഒരുമിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫെസ്റ്റ് ഇനി ഒരുപാട് ദിവസം ഉള്ളതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. നിങ്ങൾ ആദ്യം വരുന്നവർക്ക് ഏറ്റവും നല്ല പ്ലാന്റ് നോക്കി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തു, ഞാൻ ഇവിടുന്ന് മാറി ഒരു അരമണിക്കൂർ വരുമ്പോൾ ഈ പ്ലാന്റ് ഇവിടെ കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ നോക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഇതേ കണ്ടില്ലേ, പ്ലാന്റുകൾ ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. എന്തായാലും വരുന്ന എല്ലാവർക്കും പ്ലാന്റ് കിട്ടും എന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഏറ്റവും നല്ല പ്ലാന്റ് അത് ആദ്യം വരുന്നവർക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റികളൊന്നും ചേച്ചിയോടൊന്ന് ചോദിക്കാം, ഏതൊക്കെയാണ് വെറൈറ്റികൾ, ഈ കാഴ്ച നിൽക്കുന്നതൊക്കെ ഏതൊക്കെയാണ് എന്നൊന്ന് ചോദിക്കാം. ഇന്ന് മാമ്പഴ ഫെസ്റ്റിൻ്റെ ആദ്യ ദിവസമാണല്ലേ? അപ്പോൾ എന്തൊക്കെ വെറൈറ്റി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് നമ്മൾ ഇപ്പോൾ 3 വർഷമായിട്ട് തന്നെ വെക്കുന്ന മാങ്ങയാണ്, ഓസ്ട്രേലിയൻ റെഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഫെസ്റ്റിൻ്റെ മാങ്ങ മുഴുവനും ഇവിടെ നമുക്ക് മാവ് കാണാം. നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചതാണ്, പാലക്കാട് ഇവിടെയായിട്ട് പിടിച്ച് തന്നെയുള്ള ആണ്. പിന്നെ കൂടാതെ നമ്മുടെ ഫ്രണ്ട്സ്, അതായത് എല്ലാ വർഷവും എൻ്റെ അച്ഛനെ പോലെ എനിക്ക് മാങ്ങ പൊതിഞ്ഞ് പേരെഴുതി കൊടുത്തു വിടുന്ന ഒരു രാജഗിരി ഫാംസിലെ സാറുണ്ട്, മാത്യു സാറ്. അപ്പോൾ സാർ ഈ വർഷവും കൊടുത്തു വിട്ടു, ഈസ്റ്റർ ആയിട്ട് പോലും അവിടെ കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് നമ്മുടെ ഇവിടെ സാറിൻ്റെ ഫെസ്റ്റിന് വരുന്നതായിരുന്നു ഖദീജ മാഡം കുറുക്കമാങ്ങ ഇവിടെ കൊറിയർ ചെയ്തു തന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരത്തിയുടെ മാങ്ങയാണ് H51 പിന്നെ ഇത് കേളി എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, പുള്ളിക്കാരത്തി ഇന്നലെ കൊറിയർ ചെയ്തു തന്നതാണ്. അതുപോലെ തന്നെ ഒരു മാങ്ങയെക്കുറിച്ച് പറയാനുണ്ട്.
ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ഇവിടത്തെ മാവിൽ തന്നെ പിടിച്ചതാണ് ഇതെല്ലാം. ഇവിടെ ഫാംസ്റ്ററുടെ മേളിൽ തന്നെ പിടിച്ചതാണിത്. ഇതെല്ലാം ഇവിടെ തന്നെ പിടിച്ചതാണ്. ഇത് ബനാന മാങ്കോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോണിയ ഇതാണ്ട് ഇതെല്ലാം നമ്മളിവിടെ പിടിച്ചതാണ്. ഇവിടുത്തെ ചട്ടി തന്നെ പിടിച്ചതാണിത് നാംഡോക്കുമായി. പിന്നെ ഇതിപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ ഇതിനകത്ത് മാങ്ങ നിൽപ്പുണ്ട്. ഇത് ജംബോറഡ് എന്ന് പറയും, R2E2 എന്നും പറയും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിക്കും. പിന്നെ ഇത് ഓസ്ട്രേലിയയിലൊക്കെയാണ് അനേകം മധുരമുണ്ട് നമ്മളിവിടെ പിടിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. നല്ല വലിപ്പമുള്ള വല്ല മാങ്ങയാണ്. അപ്പോൾ ഇവിടെ പിടിച്ചതാണിത്. പിന്നെ ഗോലാക്ക് ഇവിടെ പിടിച്ചത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് അവിടെ പോയി നോക്കിയാൽ മതി, അതിന് കവറിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കും ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ തൈ വെച്ചാൽ കായ്ക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ ജഹാംഗീർ, പിന്നെ ഏതാണ്ട് റെഡ് ഐവറി, ഇതെല്ലാം ഇവിടെ പിടിച്ചതാണ്. എല്ലാ മാങ്ങകളും വേണ്ടേ. കെയ്ത്ത്, ഇത് രാജഗിരി ഫാംസിൽ സാറിൻ്റെ. ഇതിവിടെ ഒരു മാങ്ങ പ്രത്യേകിച്ച് എടുത്ത് പറയത്തിട്ടുണ്ട്. അത് വേണ്ട ഇതൊരു സാറ് കൊടുത്തു വിട്ടതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അവരുടെ വീട്ടുപേരാണിത് ഇട്ടിരിക്കുന്നത്, ഇടയിൽ മാങ്കോ. ഇത് സാർ എനിക്ക് ഇതിവിടെ കൊടുത്തു വിട്ടതാണ് ഫെസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് അവർ പറയുന്നത് അവരുടെ വീട്ടുപേരെ ഇട്ടത്. ഇത് പറയുന്നത് കർപ്പൂര മാങ്ങ നട്ടപ്പോൾ അത് ഇനം മാറി വന്നതാണ്. പക്ഷേ അവരുടെ ആ പ്രദേശത്ത് മാത്രമേ ഇതുള്ളൂ. ഞാൻ കഴിച്ചു. എനിക്ക് 2 പഴുത്ത മാങ്ങ കൊടുത്തു വിട്ടു, ഞാൻ കഴിച്ചു. അപ്പോൾ അത് ഭയങ്കര മധുരമാണ്. പിന്നെ അതുപോലെ തന്നെ കർപ്പൂര മാങ്ങയുടെ ഫ്ലേവറല്ല, ഒരു പ്രത്യേകതയാണ്. വേറെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് സ്നേഹത്തോട് തന്നു വിട്ട എല്ലാവരെയും ഓർക്കുന്നു നമ്മൾ. അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും ചെറിയ മാങ്ങ ചക്കരക്കുട്ടിയാണ്. അതുപോലെ തന്നെ കരട്ടി. അപ്പോൾ പിന്നെ നാട്ടുമാങ്ങകൾ ഒരുപാട് പേരറിയാത്ത ഒരുപാട് നാട്ടുമാങ്ങകളുണ്ട് നമുക്കിവിടെ. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്കിത് കണ്ടിട്ടില്ല, ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പോൾ അതിനൊരു അവസരമാണ്. ഇപ്പോൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ കുട്ടികൾക്കായിട്ട്, സാറ്റർഡേ സൺഡേ ആയിട്ട്. അപ്പോൾ അവർക്ക് ഇത് വന്ന് നോക്കുമ്പോൾ അവരുടെ മനസ്സിലിരിക്കുമല്ലോ ഇത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കാണാനൊരു അവസരം. പിന്നെ കഴിയുന്ന അത്ര നമ്മൾ മാങ്ങകൾ സെയിലിന് വെച്ചിട്ടുണ്ട് നമ്മളുടെ അവിടുത്തെ. ഇപ്പോൾ കുറ്റിയാട്ടൂർ മാങ്ങ അതുപോലെ കുറ്റിയാട്ടൂർ മാങ്ങ നമുക്കിവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊടുത്തു വിട്ടത്. അതായത് കൊടുത്തു വിടുന്നത് അവിടുന്ന് തന്നെയാണ്, കണ്ണൂരിൽ നിന്ന് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവരത്ര സ്നേഹത്തോടെയാണ് ഇത് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇത് ഈ വർഷം നമ്മൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ കൂടുതലായിട്ട് കൊടുത്തു വിട്ടു മാങ്ങ. അപ്പോൾ അതെല്ലാം ഒരു സ്നേഹമാണ്. 22 മുതൽ നമ്മൾ 27-ാം തീയതി വരെയാണ്. 27. പക്ഷേ മാങ്ങ എന്നാലും ഒരാഴ്ച വരെ മാങ്ങ അവൈലബിൾ ആയിരിക്കും. പിന്നെ തീരെയും വരാൻ പറ്റാത്തവർക്ക് നമ്മൾ കൊറിയർ സർവീസ് അവിടെ ചെയ്യുന്നുണ്ട്. അത് പാലക്കാട് ആൾറെഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ മാസം അടുത്ത മാസം 15 വരെയൊക്കെ കാണും. കഴിയുന്നതും എല്ലാവർക്കും. ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ നീണ്ടകര, ദിളവാപുരം, ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിങ്. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടെ എല്ലാവരും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ തൈ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്കതിൻ്റെ 90% മാവിൻ്റെയും തൈകൾ അത് വലിപ്പം 3 വെറൈറ്റി ചെയ്യുന്നുണ്ട്. വലുത്, ചെറുത്, അതിൽ ചെറുത്, അങ്ങനെ എല്ലാ വെറൈറ്റിയിലെയും തൈകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ കായുള്ളത് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ ഹിമാപസന്ത്, ചക്കരക്കുട്ടി, നാംഡോക്കുമായി എല്ലാം കായ്ച്ചതാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും. അപ്പോൾ കൂട്ടുകോണം, കുളമ്പ്, നീലം, പിന്നെ കോശ്ശേരി, ഇതെല്ലാം കായ്ച്ച മാവുകളിവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പം കണ്ടല്ലോ, വീഡിയോ കണ്ടില്ലേ എല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്നേരം അതുപോലെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, അവർ കായ്ച്ചത് തന്നെ കൊണ്ടുപോകും. പിന്നെ അത്രയും വലിയ പ്ലാന്റ് ഇവിടെ ഉണ്ട്. അതിപ്പോൾ അടുത്ത വർഷം കായ്ക്കും നമുക്ക് എന്തായാലും. അത്രയും വലിയ പ്ലാന്റുകൾ ഇവിടെയുണ്ട്. പിന്നെ സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട്. സ്പെഷ്യൽ വെറൈറ്റി ചില്ലി മാങ്കോ, അങ്ങനത്തെ വെറൈറ്റികളുടെ തൈകൾ ഇവിടെ അവൈലബിളാണ് എല്ലാത്തിൻ്റെയും. ഈ കളക്ട് ചെയ്യുന്നവരുണ്ടല്ലോ, മാങ്ങ വെറൈറ്റികൾ ഒരുപാട് കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വെറൈറ്റി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട്. പഞ്ചവർണ്ണം, അങ്ങനത്തെയൊക്കെ കുറേ വെറൈറ്റികളുണ്ട്. ചില്ലി മാങ്കോ, അതിൻ്റെയൊക്കെ വെറൈറ്റി ഉണ്ട് ഇവിടെ. പ്രോഡക്റ്റും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാങ്ങായിഞ്ചി എന്ന് പറഞ്ഞാൽ അത് അച്ചാറിടാൻ മാത്രം എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാങ്ങായിഞ്ചിയുടെ ഒരു സ്ക്വാഷ് നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. മാങ്ങായിഞ്ചിയുടെ സ്ക്വാഷ്, പിന്നെ അതുപോലെ ജാതിക്ക.
ജാതിക്ക സാധാരണ നമ്മൾ ജാതിക്ക എടുത്തിട്ട് എല്ലാവരും അതിൻ്റെ ഇത് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊരു ക്യാൻഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ജാതിക്കയുടെ ജ്യൂസ്, അതുപോലെ കണ്ണിമാങ്ങ, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ, പിന്നെ മാമ്പഴ ഹൽവ, മാമ്പഴ ജാമ്, ചക്ക വരട്ടിയതുണ്ട്. പിന്നെ അതുപോലെ ഇത് മാമ്പഴത്തിൻ്റെ ഹൽവയാണ്. പിന്നെ ഇത് ക്യാൻഡി, ജാതിക്കയുടെ ക്യാൻഡിയാണ്. ഇതും ക്യാൻഡിയാണ്. പിന്നെ നമ്മുടെ എല്ലാ ഫാം പ്രോഡക്റ്റും ഉണ്ട്. നമ്മുടെ മഞ്ഞൾ പൊടി, പിന്നെ ഇത് മക്കോട്ട ദേവ ഉണങ്ങിയത്, പിന്നെ ഇത് നമ്മുടെ മാങ്ങ ഇഞ്ചിയുടെ വെള്ളയച്ചാർ, പിന്നെ നമ്മുടെ പ്രോഡക്റ്റായ കാഷ്നട്ട്, പിന്നെ കുടംപുളി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, കൂടാതെ കുരുമുളക്, പിന്നെ ഹണിയുണ്ട് നമ്മുടെ ഈ പ്രാവശ്യം, പിന്നെ അതുപോലെ വെളിച്ചെണ്ണ, പിന്നെ നെയ്യ്, എല്ലാ സാധനങ്ങളും നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ തൈകളെല്ലാം കുറ്റിക്കുരുമുളക്, അല്ലാത്ത കുരുമുളക്, പിന്നെ പച്ചക്കറി തൈകൾ, പിന്നെ നമ്മുടെ മുട്ട, ഫാമിലെ മുട്ട, എല്ലാ സാധനങ്ങളും ഉണ്ട്. മുട്ടയൊക്കെ നമുക്ക് എല്ലാ ദിവസത്തേക്കും കാണത്തില്ല, എങ്കിലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അവിടുത്തെ ഫാമിൽ വെച്ചിട്ട്. ഓക്കെ. ഈ പ്രോഡക്റ്റ്സ് കൊറിയർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? പ്രോഡക്ട്സ് ആവശ്യപ്പെട്ടാൽ കൊറിയർ ചെയ്യാം. നമ്മളിപ്പോൾ മാമ്പഴം ചെയ്യുന്ന പോലെ, പക്ഷേ ധൃതി വെക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഇടുക. ഈ വിളിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇന്ന് തന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വാട്സപ്പ് ഇട്ടാൽ പതുക്കെ ഞങ്ങളെല്ലാം അയച്ചു കൊടുക്കാം. ഓക്കെ. നമ്മുടെ പാലക്കാട് വീഡിയോയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. വിളിക്കുന്നവർക്ക് നമ്മളത് ചെയ്യുന്നുണ്ട്. കൊറിയർ അയച്ചു തുടങ്ങിയിട്ടുണ്ട്, മാമ്പഴം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ പേയ്മെൻറ്റ് ചെയ്യല്ലേ. അതായത് എല്ലാവരും അങ്ങ് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പാടാം. അപ്പം ഞങ്ങൾ പറഞ്ഞു അഡ്രസ്സ് വിത്ത് പിൻകോഡ് ഇടുക, അതിനുശേഷം നമ്മൾ ബില്ലിടുമ്പോൾ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെ കഴിയുന്ന കണക്കെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കാം. മാമ്പഴം തീരുന്നവരെ അയച്ചു കൊടുക്കാം. പിന്നെ കഴിയുന്നത്ര നല്ല തൈകളും കൊടുക്കാം. ഇപ്പം ചക്കരക്കുട്ടി കായ്ച്ചത് കണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കായ്ച്ചതാ കൊണ്ടുപോയത്, കായ്ച്ചത് തന്നെയാണ്. അപ്പം അന്നേരം ഇപ്പൊ കായ്ച്ച മാവുകളിൽ ഇവിടെ എല്ലാവരും കൊണ്ടുപോയത്. അപ്പൊ അന്നേരം നമുക്ക് എത്ര ദിവസത്തേക്ക് കായ്ച്ചത് ഇവിടെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ആ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കൊടുത്തിട്ടല്ലേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതേ ഉള്ളൂ. പക്ഷെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5 വെറൈറ്റി മാങ്ങയെക്കുറിച്ച് പറയാം. അത് വലിയ പുഴുക്കേടില്ലാത്തതും പിന്നെ എല്ലായിടവും കൊണ്ടുപോയാൽ കായ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു 5 വെറൈറ്റി പറയാം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻസി മാങ്ങകൾ എന്ന് പറഞ്ഞിട്ട് ഈ തായ്ലൻഡ് പുറത്തുള്ള നമ്മുടെ ഈ നാടനല്ലാത്ത വെറൈറ്റികളിൽ നന്നായിട്ട് കായ്ക്കും ബനാന മാങ്കോ. അത് നമ്മുടെ ഇവിടെ മുകളിൽ കായ്ച്ചു. ഈ മാങ്ങ ഇച്ചിരി ഒരു ഇതായിട്ടുണ്ട്, പഴുത്ത് പോയിട്ടുണ്ട്. നല്ല വലിയ മാങ്ങയാണ്, നന്നായിട്ട് കായ്ക്കും ബനാന മാങ്കോ. പിന്നെ ഇതാണ്ടേ, ഇത് R2E2. ഇത് ഇത്രയും വലിയ മാങ്ങയാണ്, നല്ല മധുരമാണ്, നല്ല മാങ്ങ, ഒട്ടും ചകിരിയൊന്നുമില്ലാത്ത നല്ല മാങ്ങയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നല്ലതായിട്ട് കായ്ക്കും. പിന്നെ നമ്മുടെ നാടൻ ഇതായ കോട്ടൂർക്കോണം തിരുവനന്തപുരത്തിൻ്റെ മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലതായിട്ട് കായ്ക്കും, പുഴുവില്ല, ഒട്ടും പുഴുവില്ലാത്ത മാങ്ങയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തൈ ചിലവാകുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും മാങ്ങയോട് കൂടിയുള്ള തൈ ഇഷ്ടംപോലെ ഇവിടെയുണ്ട്, സ്റ്റോക്കുണ്ട്. അതായത് നമ്മൾ അത്രയും ആൾക്കാർ ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ പിടിച്ച മാങ്ങ ഇത് ഇത്രയും. നിങ്ങൾക്ക് മാങ്ങ കാണാം ഇവിടെ ചെന്നാൽ മതി. കവർ മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ നല്ല കളറുണ്ട്, നല്ല മാങ്ങയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മധുരം, അതായത് ഇത് ഹിമപസന്ത്. ഈ ഹിമപസന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നാരില്ല, നല്ല ഫ്ലേവറുള്ള നല്ല മാങ്ങയാണ്. പക്ഷേ ഇത് പിടിക്കുന്നത് കുറച്ചേ പിടിക്കത്തുള്ളൂ, പക്ഷേ നല്ല മാങ്ങയാണ്. അതും നല്ലതായിട്ട് എല്ലായിടവും പിടിക്കും, പുഴുക്കേട് വലുതായിട്ടില്ല. അപ്പോൾ ഇനി എല്ലാ മാങ്ങയും ഒന്നിനൊന്നിനും മെച്ചമാണ്. നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒന്ന് കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഓരോന്നിനും ഒരേ ഫ്ലേവറാണുള്ളത്. അതുകൊണ്ട് പിന്നെ നാംടോക്കുമായി നമുക്ക് ദാണ്ട് ഇവിടെ പിടിച്ചതാണ് കവറിൽ, ഇനിയും നിപ്പോട്ട് മാങ്ങ. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിന് പുളിയെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇത് ഭയങ്കര മധുരമായിരിക്കും. അപ്പം പുളി ഇഷ്ടപ്പെടുന്നവർക്കല്ല, ഇത് എല്ലായിടത്തും പിടിക്കും. കവറിൽ പിടിച്ചതാണ് ഇതെല്ലാം. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി മാങ്ങകളാണ്. ഇതൊക്കെ ഫാൻസി മാങ്ങകളാണ്. അപ്പോൾ ഇത് സ്ഥലമുള്ളവരോ പിന്നെ കളക്ട് ചെയ്യുന്നവരോ ഒക്കെ വെക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ
മല്ലിക പിന്നെ അറിയാം, പുഴു ഇല്ലെങ്കിൽ മല്ലിക ഏറ്റവും നല്ല മാങ്ങ തന്നെയാണ്. പിന്നെ ദാണ്ട് ഇത് നല്ല മാങ്ങയാണ്. ഇത് ചട്ടി പിടിച്ചതാണ്. എല്ലായിടത്തും പിടിക്കും, ഇഷ്ടം പോലെ പിടിക്കും. ഡ്രമ്മിൽ നന്നായിട്ട് കായ്ക്കും. ആ ഇവിടെ ഒത്തിരി മാങ്ങ പിടിച്ചു. ഇവിടെയും പിടിച്ചു, പാലക്കാടും പിടിച്ചു. ഇത് ഇവിടെ പിടിച്ചതാണ്. ഇനിയും നിപ്പുണ്ട് മാങ്ങ. അപ്പം നമ്മൾ പിന്നെ ചട്ടി വെക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറയട്ടെ. അപ്പോൾ ഇത് നമ്മൾ സ്ഥലം തീരെ ഇല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ തന്നെ വെക്കുക. അതാണ് റിസൾട്ട് കൂടുതൽ. വിശേഷം നമുക്ക് നല്ല വെയിലുള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനും എളുപ്പമാണ്. കുറച്ച് മാങ്ങ കിട്ടത്തോളന്നേ ഉള്ളൂ, എന്നാൽ നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. പിന്നെ താഴെ വെക്കേണ്ടവർക്ക് താഴെ വെക്കാം. ഇവിടെ ഇപ്പോൾ പ്രിയൂര് വരെ അവിടെ കവറിൽ കായ്ച്ചിട്ടുണ്ട്. എല്ലാ മാങ്ങയും കായ്ക്കും. ഞങ്ങൾ ക്യാപ്ഷൻ കൊടുത്തത് കവറിലാക്കി വിൽപ്പന. അതെ, കണ്ടില്ലേ എല്ലാം അത്രയാ. ആൾക്കാർ കസ്റ്റമേഴ്സിന് അവർക്കതൊരു എന്താ പറയുക, അവർക്ക് ഇഷ്ടം. അവർക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു മാങ്ങ പിടിച്ച് നിൽക്കുന്നതായിട്ട് മറ്റേ കസ്റ്റമർ എല്ലാം അതാ കൊണ്ടുപോകുന്നത്. അതെ, അല്ല ഞാനും പറയുന്നത് ചെറിയ തൈ വാങ്ങിച്ചു വെക്കണ്ട, ഇച്ചിരി ഒരു ദൃഢമുള്ള തൈ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ടാണ്. ഫീഡ്ബാക്ക് എടുത്തപ്പോൾ പറഞ്ഞത് വേഗത്തിൽ മാമ്പഴം കഴിക്കാമല്ലോ. അതെ, അത് സത്യമാണ്. അല്ല, ചെറുപ്പക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചെറിയ തൈ മേടിച്ച് പരീക്ഷിക്കട്ടെ. മറ്റുള്ളവർ ഇതുമെല്ലാം ഇവിടെ കായ്ച്ചതാണ്. ഇതൊക്കെ നല്ല മധുരം തന്നെയാണ്. എല്ലാം ഉണ്ട്, സ്പെഷ്യൽ വെറൈറ്റികളാണ്. പിന്നെ നമ്മുടെ വെള്ള മൂവാണ്ടൻ പിന്നെ ഇവിടെ മൂവാണ്ടൻ കായ്ച്ചത് എത്രയും പേര് മേടിച്ചോണ്ട് പോയാണ്ടോ? കായ്ച്ച മൂവാണ്ടൻ ഇവിടെ വാങ്ങിച്ചോണ്ട് പോയതാ, കസ്റ്റമർ വാങ്ങിച്ചതാ. തെരിയുടെ മാങ്ങയാണ് ഇത്. നമ്മുടെ തൈമാവിൽ നിന്ന് തന്നെ പറിച്ചതാ ഇത്. ഇതിനൊത്തിരി ഫാൻസ് ഉണ്ടല്ലേ? ആ, നല്ല മാങ്ങയാണ്. പിന്നെ ചക്കരക്കുട്ടി പിന്നെ പറയണ്ട. ഇത്ര തൈക്കൊരു ക്ഷാമവും ഇല്ല അല്ലേ? ചക്കരക്കുട്ടിയുടെ തൈയുണ്ട്, ഇഷ്ടംപോലെ തൈയുണ്ട്. ഈ കാ പിടിച്ച തൈ ഇപ്പൊ കൊണ്ടുപോയില്ലേ എല്ലാവരും? അതെ. നമ്മൾ കുറച്ച് കായുള്ള തൈയുണ്ട്, പിന്നെ വലിയ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിവിടെ നമ്മുടെ ഒരു കല്ലുകെട്ടി മാവാണേ. ഇതിനകത്ത് നമ്മൾ ഈ വർഷം ഒരു മാങ്ങ റിവ്യൂ ഇട്ടായിരുന്നു. വലിയൊരു മാങ്ങയായിരുന്നു. പിന്നെ അത് അടുത്ത് രണ്ടാമത് പിടിച്ചതാണ് ഈ കല്ലുകെട്ടി. ഇതിപ്പോൾ ഒരു കൊലയായിട്ടാണ് പിടിച്ചത്, കണ്ടോ? നല്ല മാങ്ങയെന്ന് പറയാനില്ല, ഭയങ്കര നല്ല മാങ്ങയാണ്. കണ്ടേ, ഇത് കല്ലുകെട്ടിയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ എന്താ കൊലയായിട്ട് പിടിക്കുന്നത്. ഇതൊന്നുമല്ല, ഇത് അടുക്കിൻ ചിങ്കിരി വെറൈറ്റിയാണ്. ഇത് ചക്കരക്കുട്ടിയല്ലേ? ചക്കരക്കുട്ടിയല്ല, ഇത് ചിങ്കിരി. സെയിലാണോ ഇത് ഈ പ്ലാന്റ്? ഇല്ല, ഇതിൻ്റെ തൈയുണ്ട്, ചിങ്കിരിയുടെ തൈയുണ്ട്. ഇത് ഫസ്റ്റ് ടൈം പിടിച്ചതായത്. അന്നേരം ഇത് കാണുമ്പോൾ ഒരു ഭംഗിക്ക്, അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോഴേ. ഇത് നമ്മൾ ഇവിടെ ഡ്രമ്മിൽ നിൽക്കുന്നതാണ്. ഇത് നമ്മൾ പാലക്കാടത്തെ മാങ്ങയാണ് അവിടെ ഫെസ്റ്റിവലിൽ കണ്ടത്, R2E2. അപ്പോൾ ഇവിടെയും നമ്മുടെ നഴ്സറിയിൽ, ഇവിടെ കൊല്ലത്തെ നഴ്സറിയിലാണ് ഇത്. കണ്ടോ, ഇതും R2E2 ജംബോ റെഡ്. കണ്ടോ, ഇത് ഈ ഡ്രമ്മിലാണ് ഇത് ഡ്രമ്മിൽ. ആ, അതെ, വലിയൊരു മരം. അതെ. അത് നമ്മൾ 2 മാങ്ങ ഇതിനകത്ത് നിന്ന് വിളഞ്ഞു പോയായിരുന്നു മുമ്പ്. ഈ വർഷത്തെ മാങ്ങയാണ്. ഇത് നല്ല മധുരവുമാണ്. ഇത് പിന്നെ വലിയ മാങ്ങയല്ലേ, കണ്ടാൽ ഒരു ഭംഗിയല്ലേ ഇത്. പിന്നെ എല്ലായിടവും പിടിക്കും. നമ്മളിവിടെ നല്ല മധുരവുമാണ് ഇതിന്. ഞാൻ UAE ചെല്ലുമ്പോഴൊക്കെ ഈ R2E2 അവിടെ നിന്ന് വാങ്ങിക്കും. ഓസ്ട്രേലിയൻ റെഡ് എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ അതിന് മധുരമില്ല. ആ സമയത്ത് ഇതിന് നല്ല മധുരമാണ്. കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിന് നമ്മുടെ അടുത്ത മാങ്ങയായിരുന്നു. നല്ല മധുരമുണ്ട് ഇവിടെ പിടിക്കുന്നതിന് നല്ല മധുരമുണ്ട് നമുക്ക്. ആ, ഉണ്ട്. ഇത്രയുള്ള മാങ്ങ, അത് ഇത്രയും ഭംഗിയുള്ള മാങ്ങയല്ലേ. ഇത് പഴുത്ത് വരുമ്പോൾ നല്ലൊരു ചുവപ്പ് നിറം വരും. നല്ലൊരു മറ്റേ റെഡ് മാങ്ങയില്ലേ, ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം റെഡ് വരും. ഓ, ഉണ്ട് തൈകളുണ്ട്. വലിയ തൈകളുമുണ്ട്, ചെറിയ തൈകളുമുണ്ട്. ഇത് നമ്മൾ ഈ കാണുമ്പോൾ അത്ര ഭംഗിയുള്ളത് കൊണ്ടാണ് നമ്മളത് ആൾക്കാർക്കും അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ ബനാന മാങ്കോ അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ പിടിച്ചു. നമ്മൾ ഫെസ്റ്റിന് വെച്ചേക്കുന്ന അതിൽ ബനാന മാങ്കോ നന്നായിട്ട് കായ്ക്കും. പഴുത്തു. എന്താ കളറല്ലേ? കളറ് അതുപോലെ നല്ല മണമുണ്ട്. നല്ലോണം പഴുത്തിത്. നമ്മൾ കവറിട്ട് നിർത്തിയിരുന്നായിരുന്നു, അപ്പോൾ നല്ലോണം പഴുത്ത്. ഇപ്പം ഇത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക്. ഇതാണ് ഏറ്റവും വലുത്. ഈ വെറൈറ്റിയെ കുറിച്ച് പറഞ്ഞേ. ഈ വെറൈറ്റിയെ കുറിച്ച്. ഇത് കോലാക്ക് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാ?
ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, ചകിരിയൊന്നുമില്ല, നന്നായിട്ട് പിടിക്കും, ഇഷ്ടംപോലെ പിടിക്കും. പാലക്കാട് നമുക്ക് ഇഷ്ടംപോലെ പിടിച്ചല്ലോ, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കവറിൽ നിൽക്കുന്നതിന്റെ അല്ലേ? അതെ, ഇത് ഡ്രം കവറിലും ഇഷ്ടം പോലെ കണ്ടില്ലേ, ഇതെല്ലാം കവറിലെ മാങ്ങകളല്ലേ ഇതെല്ലാം. കോട്ടർകോണോ ഇതെല്ലാം. ആദ്യം വരുന്നവരെല്ലാം ഈ കാഴ്ച നിൽക്കുന്ന എടുത്തു പോവുകയാണല്ലേ? ഇതെല്ലാം കാഴ്ച ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രമ്മിൽ ഒഴിച്ച് ബാക്കി ഇതെല്ലാം ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ കരുതി വെച്ചതാണ്. കാരണം ഒരു സന്തോഷത്തോടെ വാങ്ങിക്കണമല്ലോ അവര്. പക്ഷെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഒരു ആള് ആദ്യം വരുന്നവർക്ക് കൊടുക്കും നമ്മള്, കാരണം അത് അവര് ആഗ്രഹത്തോട് വരുന്നതല്ലേ. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് കരുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കണ്ടില്ല, 100 കണക്കിന് മാങ്ങയുള്ള മാവ് ഇവിടെ ഉണ്ടല്ലോ. ഈ സൈഡ് മൊത്തം കളക്ഷൻ നല്ല കൂടുതലാണ്. ഈ സൈഡ് മൊത്തം വെച്ചിട്ടുണ്ട്. അത് ഞങ്ങള് കവർ ചെയ്ത് അൺറാപ്പ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ കസ്റ്റമേഴ്സ് കൊണ്ടുപോകട്ടെ, അവര് കൊണ്ടുപോയി കവർ, അത് അത്രയും ഇതായിട്ടാ വെച്ചേക്കുന്നത്. കണ്ടോതാ നോക്ക്, ഇപ്പൊ എല്ലാത്തിനും കവറിട്ടാ നിർത്തിക്കുന്നുണ്ട്. ഇത് കുളമ്പ് കണ്ടോ, ഇപ്പൊ ഒരു മാവിൽ എത്ര മാങ്ങയാ നോക്ക്, കുളമ്പ്. പിന്നെ നമുക്ക് കായ്ക്കത്തില്ല എന്നുള്ളൊരു ഇത് വേണ്ട. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ഡ്രം വലുതിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ പിടിക്കും അടുത്ത പ്രാവശ്യം. കുളമ്പിന് നല്ല വളർച്ചയല്ലേ. തൈയുടെ വില മാമ്പഴത്തിന്റെ വില വേണ്ട. അതെ, അല്ല ഞാൻ എപ്പോഴും പറയും, ഒരു ഇച്ചിരി വലിയൊരു തൈ വെക്കുക എന്നായിരിക്കും നമുക്ക് പെട്ടെന്നൊരു ഈൽഡ്, നമുക്കൊരു സന്തോഷം. അല്ലെങ്കിൽ പിന്നെ വെച്ച് ചെറുതിലേ കൊണ്ട് വെച്ചിട്ടെ. ഇവിടെ വരുന്ന 90% കസ്റ്റമേഴ്സും അങ്ങനെയാണ്. അവർക്ക് വലിയ തന്നെ തൈ വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്ന. ഈ എന്നോട് പിണങ്ങിയിരിക്കുന്നവരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സോറി അവരോട് പറയുന്നത്. അതായത് ഒരു വലിയ വണ്ടി വിടാം, ആ ഇരിക്കുന്ന എല്ലാം എനിക്ക് കൊടുത്തു വിടുമെന്ന് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ ഒരു മെസ്സേജ് ഹായ് ഇട്ടു. അപ്പോൾ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും വളരെ താമസിയാതെ തന്നെ ആ കസ്റ്റമറിന് കൊടുക്കും. കാരണം പുള്ളി അത്രയും ഒരു ജെനുവിനായിട്ട് ഒരു വണ്ടി വിടാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ആളാണ്. അപ്പോൾ അതിനെ കൊടുക്കണം. ആരും വിഷമിച്ച് പോരുതല്ലേ? അതെ, അത് തീർച്ചയായിട്ടും. ഈ കവർ ഇടുന്നതിനെ കൊണ്ട് ഒരു ഗുണമുള്ളതെന്നറിയാവോ? മാങ്ങയ്ക്കകത്ത് വേറെ വലിയ അസുഖമൊന്നും വരത്തില്ല, കുത്തത്തില്ല, ഈച്ച കുത്തത്തില്ല. പിന്നെ നമുക്ക് എല്ലാ വലിയ മാവിലൊന്നും കവറിടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചെറിയ വീടിൻ്റെ മുറ്റത്ത് ഇപ്പം ഈ ഇത്രയും മാങ്ങ, ഇതിനകത്ത് ഇപ്പം 6 മാങ്ങയുണ്ട് കണ്ടോ, 6 മാങ്ങ. ഇത് നമുക്ക് കവറിട്ട് നിർത്തിയാൽ നല്ലത്. ഒരു പെർഫെക്ഷനും ഉണ്ട്, നല്ല കളറും കിട്ടും, പിന്നെ ഒന്നും കടിച്ചു തിന്നൂല. ഇതൊക്കെ തായ്ലൻഡ് വെറൈറ്റിയുള്ള ഹോസിയാക്ക്, ഇതൊക്കെ നല്ലതായിട്ട് കായ്ക്കും നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഒരു ചെറിയൊരു കവറിനകത്താണ് ഇരിക്കുന്നത്. ഇത് ഇനിയും ഒത്തിരി മാങ്ങയുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് അതാ ഇത്ര ഇത് കണ്ടോ, ആ കുപ്പിലുമൊക്കെ മാങ്ങയുണ്ട്, അതാ അപ്പുറത്തും ഉണ്ട് കണ്ടോ. ഇത് നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി, ഒരു സന്തോഷം. അതാ അതെ. അല്ല സത്യം പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാനിത് വെച്ച് ഈ ഒരു കസ്റ്റമർ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചേക്കും നമ്മുടെ വീഡിയോയ്ക്കകത്ത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ്. പാലക്കാട് പോയിട്ട് അവിടെ മാങ്ങ വരുത്തോള്, അതുകൊണ്ടാണ് അവർ പാലക്കാട് പോയി എന്ന് കസ്റ്റമർ എല്ലാം വായിച്ചിട്ട് സമയം കിട്ടില്ല, ഒരു ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ പറയുക, ആ ഒരു ക്വസ്റ്റ്യന് ഞാൻ ആൻസർ പറയാം. അല്ല നമുക്കിവിടെ മഴ കൂടുതലാണ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊണ്ട് വയ്ക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. അതേ സമയത്ത് നമുക്ക് ഏതെങ്കിലും വെറൈറ്റി കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിയ കവറ് അല്ലെങ്കിൽ ഡ്രമ്മ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം, എയർപോർട്ട് അങ്ങനെയുള്ളത് അത് വെക്കുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. എല്ലാ മാവും കായ്ക്കും, ഏത് മാവും. ഇപ്പം നമുക്ക് ഇവിടെ കായ്ക്കാത്ത ഒന്നുമില്ല. നിങ്ങൾ മേളിൽ കയറി ടെറസ് നോക്കുക, അങ്ങോട്ട് മേളി മൊത്തം കായ്ച്ചിരിക്കുക പ്ലാന്റുകൾ എല്ലാം. ഇപ്പോൾ കുളമ്പ് മുതൽ കോട്ടർകോണം മുതൽ ഈ തായ്ലൻഡ് വെറൈറ്റികൾ R2E2 മുതൽ ബനാന മാങ്ങ മുതൽ എല്ലാം നാംഡോക്കുമായി എല്ലാം കായ്ച്ചു ഇവിടെ. അതാണ് ഈ ഫെസ്റ്റിന് വെച്ചിരിക്കുന്ന മാങ്ങകൾ മൊത്തം. നിങ്ങൾ മേളിൽ കയറി നോക്കിയാൽ എല്ലാത്തിനകത്തും മാങ്ങയുണ്ട്. അപ്പോൾ ഇവിടെയുണ്ടല്ലോ, കണ്ടില്ലേ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പാലക്കാട് മാത്രമല്ല, നമുക്ക് എവിടെയും. ഇപ്പോൾ ഒരു കസ്റ്റമർ റിവ്യൂ എടുത്തില്ലേ, ആ കസ്റ്റമർ ഇവിടെ കൊല്ലം തന്നെയാണ്. അപ്പോൾ പുള്ളിയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കോട്ടർകോണൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്ര മാങ്ങ പിടിച്ചു എനിക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്കും ഒരു സന്തോഷം. ഇത് കായ്ച്ചു എന്ന് പറയുമ്പോഴേ മാങ്ങ ഇത്രയും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായ കർഷകശ്രീ അവാർഡിനർഹയായ നമ്മുടെ പ്രിയങ്കരിയായ ബ്ലേസി ജോർജ് ഇപ്പം വനിതകളിൽ തന്നെ എല്ലാവർക്കും മാതൃകയായ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇപ്പോൾ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മാതൃകയായി മാറിയ ബ്ലേസി ജോർജ് എല്ലാ വർഷവും തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ വെച്ച്
ഇങ്ങനെയൊരു മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് മാംഗോ വാങ്ങിക്കാനായി ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു. യഥാർത്ഥത്തിൽ 27ഓളം വിവിധ ഇനങ്ങളിൽപ്പെട്ട മാങ്ങ സംഭരിച്ച് പാലക്കാട് തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന് വിഷം കലർത്താത്ത ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാംഗോ ഇവിടെ ജനങ്ങൾക്ക് അതൊരു മധുര പലഹാരമാണ്. അതിനുവേണ്ടി നാടും നാട്ടുകാരും അതുപോലെ തന്നെ ഈ പഞ്ചായത്തും ബ്ലേസി ജോർജിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാൾക്കുനാൾ ഇത് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണ്. കാരണം ഇത് ഒരു 4-5 വർഷമായിട്ട് നടത്തുന്ന മാംഗോ ഫെസ്റ്റ്, എല്ലാ മാംഗോ ഫെസ്റ്റിലും ഞാൻ വരാറുണ്ട്. ഈ വരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാൻ പറ്റുന്ന മാങ്ങകളാണ് ഇവിടെ അത്രയും വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ദൂരം എല്ലാ വർഷവും ഞാൻ എത്തി മാങ്ങ വാങ്ങിയിട്ട് പോകാറുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഈ കടകളിലൊക്കെ ഇരിക്കുന്ന മാങ്ങകളൊന്നും വാങ്ങിക്കാറില്ല. നമുക്കറിയില്ല അത് എങ്ങനെയാണ് റൈപ്പ് ചെയ്തെടുക്കുന്നതെന്ന്. കാരണം ഇതെല്ലാം കറക്റ്റ് നാച്ചുറലായിട്ട് റൈപ്പ് ചെയ്ത് എടുക്കുന്ന മാങ്ങയാണ്. 5 വർഷമായിട്ട് ഞാനിത് വന്ന് ഈ ഫെസ്റ്റിന് വന്ന് മാങ്ങ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 75ഓളം വെറൈറ്റി മാങ്ങകൾ നമുക്ക് കാണാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിലും ഒരു 40-40ഓളം മാങ്ങ, വ്യത്യസ്തമായ മാങ്ങ നമുക്ക് വാങ്ങാനായിട്ട് ഇവിടെ പറ്റും. ഇവരുടെ തന്നെ തോട്ടത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും വിശ്വാസത്തിലാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അത്രയും അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഞാനിതിൽ അറ്റൻഡ് ചെയ്യുന്നതും ഞാൻ ഈ മാങ്ങ വാങ്ങിക്കൊണ്ട് പോകുന്നത്. കേരളത്തിൽ ഒരു വ്യക്തി തന്നെ ഒരു മാംഗോ ഫെസ്റ്റിവൽ നടത്തുക എന്നുള്ള പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്നിവിടെ സാധിച്ചിരിക്കുന്നു. 2-3 വർഷമായിട്ട് ശ്രീമതി ബ്ലേസി ജോർജിൻ്റെ നേതൃത്വത്തിൽ മാംഗോ ഫെസ്റ്റ് നടന്നു വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു 70ഓളം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാനും അത് വാങ്ങാനും അത് വേണമെങ്കിൽ രുചിച്ച് നോക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റുകൾ നല്ല ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റുകൾ അവൈലബിളാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്ന് ശ്രീമതി ബ്ലേസി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഫാം സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ജനങ്ങൾക്ക് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണിത്. ഒരുപാട് വെറൈറ്റീസ് കാണാനും അതോടൊപ്പം തന്നെ ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ഈ ഒരു നല്ല സംരംഭത്തിന് നേരുന്നു. മാമ്പഴത്തിൻ്റെ രുചി പല രീതിയിലാണല്ലോ. കുട്ടിക്കാലത്ത് നമ്മൾ പല രീതിയിൽ മാമ്പഴം കഴിക്കാറുണ്ട്. കടിച്ച് കഴിക്കാറുണ്ട്, ഊറി കഴിക്കാറുണ്ട്, കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. എങ്കിലും കടിച്ചൂറി കഴിക്കുന്ന മാമ്പഴത്തിന് പ്രത്യേക രുചിയാണ്. മാമ്പഴത്തിൻ്റെ രുചി നമ്മൾ കാഴ്ചയിലുണ്ട്, അതിൻ്റെ നിറത്തിലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മണത്തിലുണ്ട്. ചില മാമ്പഴത്തിന് നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ മണമാണെന്ന് കരുതി ചിലത് നമ്മുടെ അടുത്ത് കടിക്കുമ്പോൾ അതിലേറെ പുളിയുമായിരിക്കും. വ്യത്യസ്തപരമായ മാമ്പഴമാണ് ഇവിടെ നമുക്ക് വേണ്ടി ഉഷ ആൻറ്റി നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണാനും ഇതെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടിയത് തന്നെ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഗ്രാമത്തിൻ്റെയും നാടിൻ്റെയൊക്കെ വളരെയേറെ ഒരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു ഐഡിയ ഉഷ ആൻറ്റിയുടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. ഇതെൻ്റെ വൈഫ് റേച്ചിലാണ്. ഞങ്ങൾ ഈ മാംഗോ ഫെസ്റ്റിവലിലൂടെ എപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ വർഷവും വന്ന് ഞങ്ങൾ 10-15 മാവും തൈയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഇറ്റ് ഈസ് ഗുഡ്, റിയലി ഗുഡ്. അതെല്ലാം ഞങ്ങൾക്ക് മാങ്ങ തന്നിട്ടുണ്ട്. ഇപ്പോൾ 3-4 എണ്ണം നല്ലപോലെ പൂത്ത് മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ ഒരു നല്ല ഡെമോ ഞങ്ങൾ തരാൻ താല്പര്യമുണ്ട്. കാര്യം ഇത് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച മാങ്ങ തൈകളെല്ലാം നല്ലപോലെ വളരുന്നുണ്ട്, അതിന് കായ്ഫലവും നൽകുന്നുണ്ട്. ഓക്കെ. സോ ഈ മാമ്പഴോട്ട് നിൽക്കുന്നില്ലേ, മാങ്ങയോട്ട് നിൽക്കുന്നില്ലേ, അത് വെറൈറ്റിയാ? തോട്ടാപ്പുഴി മാങ്ങ. ഓക്കെ. ഞങ്ങളിപ്പോൾ ഒരു 15 വെറൈറ്റീസോ മാങ്ങ അത് എടുത്തു. അപ്പോൾ അതിൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ എനിക്കും വളരെ പുതിയതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മാങ്ങയുടെ പേര് പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഈ ഇരിക്കുന്നതാണ് എല്ലാം. ഓക്കെ. അതെല്ലാം നല്ല ക്വാളിറ്റി ടൈപ്പ് മാംഗോസാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് വലിയ പ്ലാന്റ് നോക്കി എടുക്കുന്നത്? വലിയ പ്ലാന്റ് ആകുമ്പോൾ അത് നേരത്തെ മാങ്ങ കിട്ടും. മാത്രമല്ല അത് ഞങ്ങൾക്കൊരു മനസ്സിന് സന്തോഷമാണ്. മാത്രമല്ല ഇപ്പം മാങ്ങ പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഇറ്റ് ലുക്സ് എ ഡിഫറെൻറ്റ് ആംബിയൻസ്, ഗിവ് എ ഡിഫറെൻറ്റ് ആംബിയൻസ്. അതാണ് എൻ്റെ കാരണം. വന്നിട്ട് ഹാപ്പി ആണല്ലോ? യെസ്, ഓഫ് കോഴ്സ്. അതാണല്ലോ ഞങ്ങൾ വീണ്ടും വരുന്നത് ഇവിടെ. ഞങ്ങൾ ഹാപ്പി ആയതുകൊണ്ടാണ് ഞങ്ങളിവിടെ വീണ്ടും വരുന്നത്. ഇനിയും ഞങ്ങൾ പറഞ്ഞില്ല, അടുത്ത മാംഗോ ഫെസ്റ്റിവലിന് ഞങ്ങൾ വരും വീണ്ടും. ഇതൊക്കെ നല്ല പുതിയ വെറൈറ്റീസോ മാംഗോ.
വന്ന് ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അക്സസറി, ഇത് ചാണകമായാലും മണ്ണായാലും മറ്റ് വളങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. നമുക്ക് സബ്സ്ക്രൈബർ വിളിച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്? എൻ്റെ പേര് സുജ. ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. ഞാനിവിടെ കഴിഞ്ഞ ഈ 6 മാസത്തിന് മുമ്പ് ഞാനിവിടെ വന്ന് കുറച്ച് മാങ്ങാടെ തൈകളൊക്കെ വാങ്ങിച്ചിട്ട് പോയി. ഓക്കെ. ഫെസ്റ്റ് വന്നപ്പോൾ എങ്ങനെയുണ്ട്? വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെയാണോ കാര്യങ്ങളൊക്കെ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ തന്നെ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഞാനിത് കേട്ടിട്ട് ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ വർഷം വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. സാറിൻ്റെ തന്നെ ഞാനിവിടെ ഇതെല്ലാം കേട്ടതായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഞാൻ കേട്ടതാ. അപ്പോൾ മാംഗോ ഫെസ്റ്റ് നടക്കുന്നതാണെന്ന് അറിഞ്ഞു. അന്നേരം ഇത് ഈ ഏതൻ ഗാർഡനിൽ പരിചയപ്പെട്ടത് തന്നെ നിങ്ങളുടെ ചാനൽ വഴിയാണ്. അങ്ങനെയാണ് ഞാനിവിടെ മാവ് മേടിക്കാനായിട്ട് വന്നത്. എനിക്ക് മാങ്ങ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോഴാണ് ഞാനിവിടെ എനിക്ക് അവാർഡ്, ഈ പ്രാവശ്യത്തെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. ബെസ്റ്റ് കസ്റ്റമർ കസ്റ്റമർക്കുള്ള നമ്മുടെ ചാനൽ വഴി ഈ ഒരു ഗാർഡൻ പരിചയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ കസ്റ്റമർ അവാർഡ് അല്ലേ ആ ഒരു പുരസ്കാരം കിട്ടി അല്ലേ? വളരെ സന്തോഷമുണ്ട്. ചെറുതാണെങ്കിൽ നമുക്കതൊരു അല്ലേ സന്തോഷമാണ്. അതെ. ഞാനെല്ലാം ഡ്രമ്മിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചാനൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്? തീർച്ചയായിട്ടും കാണാം. ഓക്കെ. ഈ 2 കിറ്റും അല്ലേ ചേച്ചി മേടിച്ചതാണ്? എന്തൊക്കെയാണ് മേടിച്ചത്? എല്ലാത്തിനകത്തുനിന്ന് ഞാൻ കുറച്ച് എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാത്തിനും ടേസ്റ്റ് അറിയാം. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. എൻ്റെ വീട്ടിൽ തന്നെ മാങ്ങ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആറ്റിരിക്കുന്നത് ഇതാ നല്ല ടൈപ്പ് മാങ്ങ. ഇതിപ്പം ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ഈ മാങ്ങ എന്റെയാണ്. ഇത് ഏറ്റവും നല്ല ടേസ്റ്റി ഉള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ നമ്മുടെ ഒരു അല്ലേ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. അതാണ് സന്തോഷം അല്ലേ? അപ്പോൾ എന്തായാലും ഫെസ്റ്റ് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു? വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം ഈ മാങ്ങയുടെ ടേസ്റ്റും കൂടി നമുക്ക് നോക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത് ഈ ഫെസ്റ്റിനെ കുറിച്ച്? എന്തായാലും ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇത് നിങ്ങൾ ഇവിടെ വരണം, വന്ന് ഈ മാങ്ങയൊക്കെ കാണുക മാത്രമല്ല ഇത് വാങ്ങിക്കുകയും കൂടി വേണം. കാരണം പല മാങ്ങയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. പല നമ്മൾ എന്താണെന്ന് പോലും അറിയാത്ത പല അതെ ചന്ദ്രകാന്തൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ പല മാങ്ങയും ഞാൻ മൽഗോവയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. കാരണം ഭയങ്കര വിലയൊക്കെയാണെന്ന് കേട്ടത്. പക്ഷെ ഇവിടെ വളരെ നമുക്ക് മാമ്പഴം ടേസ്റ്റ് ചെയ്യാം, തൈകളും വാങ്ങാം. അതെ നല്ല തൈകളാണ് ഇവിടുത്തെ. കാരണം ഞാൻ ഈ 6 മാസം ആയതേ ഉള്ളൂ. ഇവിടുന്ന് ഡിസംബറിലാണ് ഞാൻ ഇവിടുന്ന് തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ ആ ഡ്രമ്മിലെല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം എൻ്റെ പല മാവും പൂത്തു. എൻ്റെ കോട്ടൂർക്കോണമൊക്കെ കലാപ്പടിയൊക്കെ എൻ്റെ കായായി പഴുക്കാറായത്. വളരെയധികം എല്ലാം ഞാൻ എനിക്ക് 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ പിന്നെ ടെറസ് കൃഷിയുടെ പച്ചക്കറി കൃഷിയുടെ പഞ്ചായത്ത് അവാർഡ് എനിക്കായിരുന്നു. 2 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർ ആണെന്നുള്ളതിൽ ഞങ്ങൾക്കാണ് ഒരു അഭിമാനം ശരിക്കും. അതല്ലേ, എനിക്ക് നിങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ നിങ്ങളുടെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിട്ടാണ് എനിക്കിതൊക്കെ വാങ്ങിക്കാനും ഇവിടെ വന്ന് പരിചയപ്പെടാനും ഈ ചെടികളൊക്കെ വാങ്ങിക്കാനും എനിക്ക് പറ്റിയത് ഇവിടെ വന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. ശരിക്കും ആരാണോ നമുക്ക് നമ്മുടെ ചാനൽ വേണ്ടത് ആ ഒരു മനസ്സുള്ള ആളെ തന്നെ നമുക്ക് കിട്ടി അല്ലേ സബ്സ്ക്രൈബർ ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഫെസ്റ്റിന് വരിക. ഫെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മാമ്പഴങ്ങൾ വാങ്ങാം അല്ലേ? നല്ല മാമ്പഴം വാങ്ങിക്കാം. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള തൈകളും പൊടിയിടാത്ത നല്ല ശുദ്ധമായ മാമ്പഴം. കാരണം നിങ്ങൾ പറിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ എന്റെ ശുദ്ധമായ മാമ്പഴമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ആ ഒരു വിശ്വാസം തന്നെ കസ്റ്റമർക്ക് കൊടുക്കാം. എന്റെ മതാണ് മുതലമൂക്കൻ എന്ന് പറഞ്ഞ മാമ്പഴമാണ്. ഈ പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മുതലമുക്കൻ അല്ലേ ഇതിന്റെ പേര്? ഓക്കെ. എന്താ പ്രത്യേകത? എന്താ ഇതിനകത്ത് നാരില്ല, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ പൾപ്പൊക്കെ എടുത്ത് വെക്കാനായിട്ട് അധികം പൾപ്പ് കിട്ടും. കാരണം മാങ്ങാണ്ടി ഇത്രയേ ഉള്ളൂ, ചെറിയ മാങ്ങാണ്ടിയാണ്. ശരിക്ക് അതിനകത്തുനിന്ന് പൾപ്പ് നമുക്ക് 1 വർഷത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഫ്രിഡ്ജിനകത്ത് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. പൾപ്പ് എടുത്ത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഫെസ്റ്റിന് വരുന്നവർക്ക് ഈ വെറൈറ്റി വാങ്ങിക്കാം. നമ്മുടെ സ്വന്തം വെറൈറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഫെസ്റ്റിന്റെ കാര്യം. എല്ലാവരും വരാൻ നോക്കുക. എല്ലാവരും വരണം. ഫെസ്റ്റിന്റെ ഡേറ്റ് ഒന്നുകൂടെ പറയാണ്. ഡേറ്റ് ഒന്ന് പറയാമോ? ഇന്ന് 22 22 മുതൽ 30 തീയതി വരെ അല്ലേ? 27 ആണ്. പക്ഷേ പിന്നെയും 2-3 ദിവസം കൂടെ നീട്ടി വെക്കുന്നുണ്ട് പറയുന്നുണ്ട്. കാരണം ശരിക്കും മാമ്പഴം ഇവിടെ ഇരിപ്പുണ്ട്. തൈകളായാലും ഏറ്റവും നല്ല ക്വാളിറ്റി തൈകൾ ഇരിപ്പുണ്ട്. എല്ലാവരും വന്ന് വാങ്ങിക്കുക. 27 വരെയുള്ള പിന്നെ 2-3 ദിവസം കൂടി കാണും. നിങ്ങൾക്ക് അത് 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മാവിന്റെ തൈകൾ വാങ്ങാനുള്ള അവസരം കിട്ടും. പിന്നെ ആദ്യം വരുന്നവർക്ക് നല്ല തൈകളായാലും ആദ്യം വരുന്നവർക്കൊക്കെ നല്ല നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്ന നല്ല തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാം ഉണ്ട്. കാരണം ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്.
അല്ലാതെ അവർ പുറത്തുനിന്ന് മേടിക്കുന്ന വിശ്വസിച്ച് വാങ്ങാം. വിശ്വസിച്ച് തൈകൾ വാങ്ങും. കൂടാതെ പ്രോഡക്റ്റുകളുണ്ടല്ലേ? ആ പ്രോഡക്റ്റും ഉണ്ട്. എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവരുടെ തന്നെയാണ്. ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, നല്ല അത് മണമാണ്. കറി വെച്ചാൽ പോലും നല്ല മണം. ഞാനും എടുത്തു പറയട്ടെ, ഞാനും വെളിച്ചെണ്ണയുടെ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് വാങ്ങുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ വില കുറവാണ് ഇവിടെ. കാരണം ഞാൻ മില്ലിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. അടൂരാണ് മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഇവിടെ ഒരു 25 രൂപയോളം ഇതിവിടെ കുറവുമുണ്ട്. പക്ഷേ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വാങ്ങാനും പറ്റും. വെളിച്ചെണ്ണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായം. അപ്പോൾ അതുകൊണ്ട് അല്ലേ, ഏത് ഐറ്റം വെച്ചാലും നമുക്ക് വെളിച്ചെണ്ണ എല്ലാം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ പ്രോഡക്റ്റ് വാങ്ങാം, മാമ്പഴം പിടിച്ചു വെക്കാം അല്ലേ, തൈകളും വാങ്ങാം. എല്ലാവരും വരിക. ഓക്കെ.